Hi students, welcome back to Kunyi's class. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 6th ചാപ്റ്റർ ടൗൺസ് ട്രേഡേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. ഞാനിങ്ങനെ ഒരു ചാനലുണ്ടെന്ന് എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, എങ്കിൽ പോലും കുട്ടികളൊക്കെ ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുമോ, എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എക്സാം ടോപ്പേഴ്സിലുണ്ട്, നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ചാപ്റ്റർ 6 Towns, Traders and Craft Persons. What would a traveler visiting a medieval town expect to find? This would depend on what kind of a town it was, a temple town, an administrative center, a commercial town, or a port town, to name just some possibilities. അപ്പോൾ ഒരു ട്രാവലർ ഒരു മിഡീവൽ ടൗണിലേക്ക് സഞ്ചരിക്കുന്ന, അതായത് ഒരു മധ്യകാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു ടൗണിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ട്രാവലർ എന്തായിരിക്കും അവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ? അതൊക്കെ ആ ടൗൺ എങ്ങനത്തതാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഒരു ടെമ്പിൾ ടൗൺ ആവാം അത്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ടൗണോ പോർട്ട് ടൗണോ ഒക്കെ ആകാം. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. In fact, many towns combined several functions. They were administrative centers, temple towns, as well as centers of commercial activities and craft production. അപ്പോൾ ചില ടൗൺസിലൊക്കെ എല്ലാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസും യോജിപ്പിച്ച് അവരത് കമ്പൈൻ ചെയ്തായിരിക്കും ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചില ടൗണിൽ ടെമ്പിൾ ടൗൺ ആണെങ്കിൽ അത് മാത്രം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ആണെങ്കിൽ അത് മാത്രം, അങ്ങനത്തെ ടൗണിൽ നിന്ന് മാറി ഇതൊക്കെ കമ്പൈൻ ചെയ്തൊരു ടൗൺ വരിക എന്ന് പറഞ്ഞാൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് കാണും, ടെമ്പിൾ ടൗൺ കാണും, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസും ക്രാഫ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കാണും ആ ഒരു സിംഗിൾ ടൗണിൽ. അപ്പോൾ എല്ലാ ഫങ്ഷൻസും ആ ടൗണിൽ യോജിപ്പിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, അതിലാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്, സൂററ്റും മസൂലിപട്ടണവും ഹംപിയൊക്കെ. അപ്പോൾ ഇതൊക്കെ ലൊക്കേറ്റ് ചെയ്യാനും കൂടെ നിങ്ങൾ ഒന്ന് പഠിച്ചിരിക്കണം. ചിലപ്പം ഒരു മാപ്പ് വരച്ച് അതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് കാണാറുണ്ടല്ലേ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ്. You read about the Chola dynasty in chapter 2. Let's travel in our imagination to Tanjavur, the capital of the Cholas as it was 1,000 years ago. The perennial river Kaveri flows near this beautiful town. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 ചോല ഡൈനാസ്റ്റിയെക്കുറിച്ച് പഠിച്ചിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തഞ്ചാവൂർ വരെ ഒന്ന് ഇമാജിൻ ചെയ്തൊന്ന് പോയി വരാം അല്ലേ. തഞ്ചാവൂർ എന്ന് പറയുന്നത് ചോലാസിൻ്റെ ക്യാപിറ്റലാണ്. അപ്പം നമുക്ക് അവിടേക്കൊന്ന് ഇമാജിൻ ചെയ്യാം, നമ്മൾ അവിടെ വരെ പോകുന്നതായിട്ട്. ഓക്കെ, അതിലൊരു പെരിനിയൽ റിവർ കാവേരി ഫ്ലോ ചെയ്യുന്നുണ്ട്. പെരിനിയൽ റിവർ എന്ന് പറഞ്ഞാൽ അത് ത്രൂ ഔട്ട് ഒരു ഇയർ ഫ്ലോ ചെയ്യുന്ന റിവറാണ്, അല്ലാണ്ട് ഒരു സീസണൽ റിവറൊന്നുമല്ല, കണ്ടിന്യൂസ് ഒരു വർഷം മുഴുവൻ ഫ്ലോ ചെയ്യുന്ന ഒരു റിവറാണ് കാവേരി. അത് ഈ തഞ്ചാവൂരിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. One hears the bells of the Rajarajeshwara temple built by King രാജരാജ ചോല. അപ്പോൾ അവിടെ ആ ഒരു ടൗണിലേക്ക് അല്ലെങ്കിൽ തഞ്ചാവൂരിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിൽ നിന്നുള്ള മണി മുഴങ്ങുന്ന ഒച്ച കേൾക്കാം. അത് രാജരാജേശ്വര ടെമ്പിളാണ്. ആരാണത് പണി കഴിപ്പിച്ചത്? കിങ് രാജരാജ ചോല. അതായത് ഇമാജിൻ ചെയ്യുക, നമ്മളിങ്ങനെ തഞ്ചാവൂരേക്ക് പോയി, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ കാവേരി നദി കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം മുഴുവൻ ഒഴുകുന്ന കാവേരി നദി കാണാൻ സാധിക്കും. അതിനുശേഷം അമ്പലത്തിലെ മണി മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ അമ്പലം എന്ന് പറയുന്നത് രാജരാജേശ്വര ടെമ്പിളാണ്. The town's people are all praised for its architect, Kunyiramallan Rajaraja Perindachan, who had proudly carved his name on the temple wall. Inside is a massive Shivalinga. അപ്പം ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ആ ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ച്, അതായത് ഈ അമ്പലം പണി കഴിപ്പിച്ച ആ ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തിയേ സംസാരിക്കത്തുള്ളൂ. കാരണം അത്ര മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലമായിട്ട് പോലും അതിന് വേണ്ട ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോരോ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് ആ കാലഘട്ടത്തിലും ഇത്രയും മനോഹരമായിട്ടൊരു ടെമ്പിൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എത്രയധികം സ്കിൽസ് ഉള്ള ഒരാളായിരിക്കും ഈ കുഞ്ഞിരാമല്ലൻ രാജരാജ പെരുന്തച്ചൻ. അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിലൊരു ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട്. Besides the temple, there are palaces with mandabas or pavilions
Kings hold court in these mandavas, issuing orders to their subordinates. There are also barracks for the army. അപ്പോൾ നമ്മൾ ആ തഞ്ചാവൂരേക്ക് ചെന്നു, നദി കണ്ടു, അതിനുശേഷം കുറിച്ചറിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ക്ഷേത്രം അല്ലാണ്ട് അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ഒരുപാട് രാജകൊട്ടാരങ്ങളുണ്ട്. ഓക്കെ, അതിലാണെങ്കിൽ മണ്ഡപാസ് അല്ലെങ്കിൽ കൂടാരം പോലെയൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ മണ്ഡപാസിലാണ് രാജാക്കന്മാർ അവരുടെ കോർട്ടൊക്കെ, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ മറ്റ് സാമന്ത രാജാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മണ്ഡപാസ് എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് രാജാക്കന്മാർ ഈ മണ്ഡപാസാണ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആമയ്ക്ക് താമസിക്കാൻ വേണ്ട സ്ഥലം, ബാരക്സൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. The town is bustling with markets selling grain, spices, cloth and jewelry. അവിടുത്തെ ടൗൺ എന്ന് പറഞ്ഞാൽ വളരെ റഷ്, അതായത് ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ വിൽക്കാനും അത് മേടിക്കാനും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരു ടൗണാണത്. അവിടെ ഗ്രെയിൻസും സ്പൈസസും ക്ലോത്തും ജുവലറിയും ഒക്കെ വിൽക്കുന്നുണ്ട്. വാട്ടർ സപ്ലൈ ഫോർ ദ ടൗൺ കംസ് ഫ്രം വെൽസ് ആൻഡ് ടാങ്ക്സ്. ഇവിടോട്ടുള്ള വാട്ടർ സപ്ലൈ വരുന്നത് കിണറുകളിൽ നിന്നും ഓരോ ടാങ്കുകളിൽ നിന്നൊക്കെയാണ്. The Salia weavers of Tanjavur and the nearby town of Urayur are busy producing cloth for flags to be used in the temple festival, fine cotton for the king and nobility, and coarse cotton for the masses. അപ്പം സാലിയ വീവേഴ്സ്, ഈ തഞ്ചാവൂരുള്ള നെയ്ത്തുകാരെയാണ് സാലിയ എന്ന് പറയുന്നത്. അപ്പോൾ അവർ തഞ്ചാവൂരും അതുപോലെ അടുത്തുള്ള ഉറയൂർ എന്ന് പറയുന്ന ടൗണിലൊക്കെ വളരെയധികം ബിസിയാണ്. അവർ ടെമ്പിളിൽ ഉത്സവം വരികയാണ്, അതിന് വേണ്ടിയിട്ട് ഫ്ലാഗ്സൊക്കെ നിർമ്മിക്കണം, അല്ലെങ്കിൽ അതൊക്കെ വീവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ തിരക്കുണ്ട് അവർക്ക്. അതുപോലെ തന്നെ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലെ പുരോഹിതന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഡ്രസ്സുകൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പരുക്കൻ ഡ്രസ്സുകളൊക്കെ നിർമ്മിക്കുന്നതിലുള്ള വളരെയധികം തിരക്കിലാണ് ഇവിടുത്തെ ഈ വീവേഴ്സ്. Some distance away at Swamimalai, the Sthapatis or sculptors are making exquisite bronze idols and tool ornamental bell metal lamps. അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് ദൂരം മാറി സ്വാമിമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ ശില്പിമാരൊക്കെ, സ്കൾപ്ചർ എന്ന് പറയുന്ന ശില്പിമാരാണ്, ഓക്കെ, സ്ഥാപതീസ് എന്നാണ് അവരെ ആ സ്ഥലത്ത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ശില്പിമാരൊക്കെ വളരെയധികം ബിസിയാണ്. അവർ നല്ല മനോഹരമായിട്ടുള്ള ബ്രോൺസ് കൊണ്ട് നിർമ്മിച്ച എന്തെങ്കിലും ശില്പങ്ങളോ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെൻ്റൽ ബെൽ മെറ്റൽ ലാംപ്സ് അതൊക്കെ നിർമ്മിക്കുന്നതിലുള്ള തിരക്കിലാണ് ഇവർ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ തഞ്ചാവൂരോട്ടൊന്ന് പോകുന്നത് ഇമാജിൻ ചെയ്യാനാണ് ഈ പേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വായിച്ചതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടേക്ക് പോയി നമ്മൾ കാവേരി നദി കണ്ടു, അതുപോലെ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞു, രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ കണ്ടു, അവരുടെ മണ്ഡപാസിനെ കുറിച്ച് അറിഞ്ഞു, അതുപോലെ ബാരക്സ് കണ്ടു, പിന്നെന്താ മാർക്കറ്റ്, വളരെ ബിസി ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടു, പിന്നെ സാലിയ വീവേഴ്സിനെ കുറിച്ച് അറിഞ്ഞു, പിന്നെ ഈ സ്കൾപ്ചേഴ്സിനെ കുറിച്ച് അറിഞ്ഞു. അപ്പം ശരിക്കും നമ്മൾ ആ സ്ഥലത്ത് പോയ പോലെ ഉണ്ടല്ലേ, ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടെമ്പിൾ ടൗൺസ് ആൻഡ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്. തഞ്ചാവൂർ ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് എ ടെമ്പിൾ ടൗൺ. ഈ തഞ്ചാവൂർ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ടൗൺ കൂടിയാണ്. നമ്മൾ കണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ടൗണുകൾ ഈ മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്നു എന്നല്ലേ. അതായത് നമ്മൾ ഇത്രയും നേരം അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സിനെ കുറിച്ചാണ് നോക്കിയത്. ഇനി നമുക്ക് തഞ്ചാവൂരുള്ള ടെമ്പിൾ, അതൊരു ടെമ്പിൾ ടൗൺ കൂടിയാണ് അല്ലേ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതൊരു പിൽഗ്രിമേജ് സെൻറ്റർ കൂടിയായിരിക്കും. ധാരാളം തീർത്ഥാടകരൊക്കെ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കും. അപ്പോൾ തഞ്ചാവൂർ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ടൗൺ കൂടിയാണ്. ടെമ്പിൾ ടൗൺസ് റെപ്രസെൻറ്റ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ഓഫ് അർബനൈസേഷൻ, ദ പ്രോസസ് ബൈ വിച്ച് സിറ്റീസ് ഡെവലപ്പ്. അപ്പം ഈ ടെമ്പിൾ ടൗൺ എന്ന് പറയുന്നത് അർബനൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ തന്നെയാണ്. കാരണം സിറ്റീസൊക്കെ ഡെവലപ്പ് ആവുന്നത് അതിലും ഈ ടെമ്പിൾ ടൗൺസിനൊക്കെ ഒരു പങ്കുണ്ട്. Temples were often central to the economy and society. Rulers built temples to demonstrate their devotion to various deities. They also endowed temples with grants of land and money to carry out elaborate rituals, feed
പിൽഗ്രിംസ് ആൻഡ് പ്രീസ്റ്റ് ആൻഡ് സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ്. അപ്പോൾ ടെമ്പിൾസ് എന്ന് പറയുന്നത് ഈ എക്കണോമിയുടെ സൊസൈറ്റിയുടെ ഒക്കെ ഒരു സെൻറ്റർ തന്നെയാണ്. റൂളേഴ്സൊക്കെയാണ് ഈ ടെമ്പിൾസ് നിർമ്മിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സിലും കാണുന്ന കാര്യമാണ് റൂളേഴ്സ് അവരുടെ ദൈവത്തോടുള്ള ഡിവോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അതിലുപരിയായിട്ട് അവർക്ക് എത്രമാത്രം വെൽത്ത് ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം പവർഫുള്ളാണ് അവരെന്ന് മറ്റുള്ളവരെ അറിയിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ ടെമ്പിൾസൊക്കെ നിർമ്മിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവർ ധാരാളം സംഭാവനകളും കൊടുക്കുമായിരുന്നു. അതിപ്പോൾ ലാൻഡായിട്ടോ അല്ലെങ്കിൽ മണിയായിട്ടോ ഒക്കെ ഈ ടെമ്പിൾസിൻ്റെ പേരിൽ ധാരാളം സംഭാവനകൾ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഓരോരോ ചടങ്ങുകൾ, അമ്പലമാകുമ്പം ധാരാളം ചടങ്ങുകൾ ഉണ്ടായിരിക്കും, അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അവിടുത്തെ പൂജാരിമാർക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവൽസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ രാജാക്കന്മാർ സംഭാവനയും കൊടുക്കുമായിരുന്നു. ജസ്റ്റ് അമ്പലം പണി കഴിപ്പിച്ച് പോവുക മാത്രമല്ല, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവർ നോക്കിയും കണ്ട് ചെയ്യുമായിരുന്നു. പിൽഗ്രിംസ് ഹു ഫ്ലോക്ക്ഡ് ടു ദി ടെമ്പിൾസ് ഓൾസോ മെയ്ഡ് ഡൊണേഷൻസ്. അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന ഈ തീർത്ഥാടകരും ഡൊണേഷൻസ് ആയിട്ട് പൈസയോ അല്ലെങ്കിൽ ലാൻഡൊന്നും തീർത്ഥാടകർക്ക് എന്തായാലും കൊടുക്കാൻ സാധിക്കത്തില്ല അല്ലേ, ലാൻഡ് കൊടുക്കുന്ന റൂളേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ പിൽഗ്രിംസ് പൈസയായിട്ട് തന്നെ ആയിരിക്കും ഈ ടെമ്പിൾസിലേക്ക് ഡൊണേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. Temple authorities used their wealth to finance trade and banking. Gradually, a large number of priests, workers, artisans, traders, etc. settled near the temple to cater to its needs and those of the pilgrims. ഈ ടെമ്പിളിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റീസൊക്കെ എന്ത് ചെയ്തു, ഈ പൈസ ഉപയോഗിച്ച് ഫിനാൻസും ട്രേഡും ബാങ്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. അതുപോലെ തന്നെ ഒരുപാട് പ്രീസ്റ്റും വർക്കേഴ്സും ആർട്ടിസ്റ്റും ട്രേഡേഴ്സും ഒക്കെ ഈ അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ സെറ്റിൽ ചെയ്തു. ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ കാര്യങ്ങൾ നോക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ട് ഈ ആൾക്കാരൊക്കെ ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ താമസിക്കാനായിട്ട് തുടങ്ങി. Thus grew temple towns. Towns emerged around temples such as those of ബില്ലസ്വാമിൻ ആൻഡ് സോംനാഥ് ഇൻ ഗുജറാത്ത്. അങ്ങനെയാണ് ഈ ടെമ്പിൾ ടൗൺ ഉണ്ടാവുന്നത്. ഇത് വലിയ വലിയ ടൗണായി മാറും. കാരണം ഈ ബില്ലസ്വാമിൻ അല്ലെങ്കിൽ സോംനാഥ് ക്ഷേത്രം, ഗുജറാത്തിലുള്ള സോംനാഥ് ക്ഷേത്രമൊക്കെ പോലെ തന്നെ ഈ ടൗൺസൊക്കെ ഈ ടെമ്പിൾസിന് ചുറ്റുമായിട്ട്, കാരണം അതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഏരിയ ആയി മാറിയതിലൂടെ തന്നെ അവിടെ ടൗണൊക്കെ എമേർജ് ചെയ്ത് തുടങ്ങിയതല്ലേ. അപ്പോൾ ഈ ബില്ലസ്വാമിൻ അല്ലെ സോംനാഥിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ ക്ഷേത്രത്തിനോട് ചേർന്നും ടൗൺസൊക്കെ എമേർജ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ടൗൺസൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ടൗൺ എങ്ങനെയാണ് ഈ ചോല ഡൈനാസ്റ്റിയിൽ അല്ലെങ്കിൽ തഞ്ചാവൂർ എങ്ങനെയാണ് ഒരു ടെമ്പിൾ ടൗൺ എമേർജ് ആയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലേ. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരും ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ കുറിച്ച് ഓർത്ത് പറയാവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമുക്ക് ആ ചാനലിൽ ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസേഴ്സ് നല്ല പോയിൻ്റ് വൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തിരുന്ന് പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഈ വീഡിയോസ് കാണാവുള്ളൂ. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അതായത് ആ ബ്ലൂ കളറിൽ കാണുന്ന ഡിസ്ക്രിപ്ഷനകത്ത് ബ്ലൂ കളറിൽ കാണുന്നതാണ് ലിങ്ക്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ എക്സാം ടോപ്പേഴ്സിലേക്ക് വരും. പിന്നീട് നിങ്ങൾക്ക് ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇവിടുന്ന് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിലേക്ക് വന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ കാണാവുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ ജസ്റ്റ് കണ്ടാലോ അല്ലെങ്കിൽ കേട്ടാലോ മാത്രം പോരാ, അത് നിങ്ങളൊരു നോട്ട്ബുക്കിനകത്ത് എഴുതിയെടുത്തിരുന്ന് പഠിക്കണം. ഓക്കെ. Other important temple towns included Kanchipuram and Madurai in Tamil Nadu and Tirupati in Andhra Pradesh. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിൾ ടൗൺസ് ആണ് ഈ പറയുന്നത്. കാഞ്ചീപുരവും മധുരയും അതുപോലെ തിരുപ്പതിയൊക്കെ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ. ഇപ്പോഴും നമ്മൾ ഡെയിലി കേൾക്കാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെയാണ് അക്കാലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിൾ ടൗൺസ് എന്ന് പറയുന്നത്. Pilgrimage centers also slowly developed into townships. Vrindavan and തിരുവണ്ണാമലൈ ആർ എക്സാമ്പിൾസ് ഓഫ് ടു സച്ച് ടൗൺസ്. അതുപോലെ തന്നെ നമ്മളിപ്പം
ടെമ്പിൾ അല്ലെങ്കിൽ ടെമ്പിൾ ഇരിക്കുന്ന പ്രദേശം ഒരു ടൗണായി മാറി, അല്ലെങ്കിൽ ടെമ്പിൾ ടൗൺ എമേർജ് ആവുന്ന കാര്യമൊക്കെ നമ്മൾ നോക്കിയല്ലേ. അതുപോലെ തന്നെയാണ് ഈ പിൽഗ്രിമേജ് സെൻറ്റേഴ്സും ഒരു ടൗൺഷിപ്പായിട്ട് പയ്യെ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് വൃന്ദാവനും തിരുവണ്ണാമലയും. വൃന്ദാവൻ ഉത്തർപ്രദേശിലാണുള്ളത്, തിരുവണ്ണാമല തമിഴ്നാട്ടിലാണ് ഉള്ളത്. Ajmer was the capital of Chaun kings in the 12th century and later became the Suba headquarters under the Mughals. ഈ അജ്മറിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് ഈ ചാവുൻ രാജാക്കന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അല്ലേ. അപ്പോൾ അത് ഈ ചാവുൻ രാജാക്കന്മാരുടെ ക്യാപിറ്റലായിരുന്നു 12th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നത്. ഇവർ ഈ മുഗൾസിൻ്റെ കീഴിൽ വന്നപ്പോൾ അത് സുബ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് മാറി. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് റിലീജിയസ് കോഎക്സിസ്റ്റൻസ്. ഖ്വാജ മൊയിനുദ്ദീൻ Chishti, the celebrated Sufi saint who settled there in 12th century, attracted devotees from cold creeks. Near Ajmer is a lake, Pushkar, which has attracted pilgrims from ancient times. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ അജ്മർ എന്ന് പറയുന്ന സ്ഥലം, അത് മുഗൾ രാജാക്കന്മാരുടെ ഭരണം വന്നപ്പോൾ അത് സുബ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് മാറി. ഇതും റിലീജിയസ് കോ എക്സിസ്റ്റൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ തന്നെയാണ്. അതായത് ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന ഒരു സൂഫി സെയിൻറ്റ് അവിടെ സെറ്റിൽ ആവുകയും എല്ലാ തരത്തിലുള്ള ഡിവോട്ടീസിനെ ഈ പ്രദേശത്തേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അജ്മറിൻ്റെ പരിസരത്തൂടെ പോകുന്ന പുഷ്കർ എന്ന് പറയുന്ന ഒരു ലേക്ക്, ഈ ലേക്കും ധാരാളം തീർത്ഥാടകരെ ഈ ഒരു പ്രദേശത്തേക്ക് അക്കാലത്ത് അട്രാക്റ്റ് ചെയ്തിരുന്നു. ഒരു റിലീജിയസ് കോ എക്സിസ്റ്റൻസിൻ്റെ എക്സാമ്പിളാണ് ഈ പറയുന്ന അജ്മർ എന്ന് പറയുന്ന ഈ സ്ഥലം. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച പോർഷനൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും ജിയോഗ്രഫിയുടെയും മാത്സിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് വേണ്ടിയിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ പ്രസ് ചെയ്യുക, ചാനലിലേക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക.